ലോകത്തെ ഏറ്റവും ആധുനികമെന്ന് വിശേഷിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ വിള്ളൽ വീഴ്ത്തി ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. തെക്കൻ ഇസ്രായേലിലെ ഡിമോണ, ആറാദ് നഗരങ്ങളിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത് ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ സംവിധാനത്തിൽ സംഭവിച്ച സാങ്കേതിക തകരാർ മൂലമാണെന്ന് IDF സ്ഥിരീകരിച്ചു. ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഡിമോണയ്ക്ക് നേരെയുണ്ടായ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത്. ഇറാന്റെ ഖദർ വിഭാഗത്തിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഡേവിഡ് സ്ലിംഗ് ശ്രമിച്ചെങ്കിലും ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. സാധാരണയായി അന്തരീക്ഷത്തിന് പുറത്തുവെച്ച് മിസൈലുകളെ തകർക്കുന്ന എയ്റോ സംവിധാനത്തിന് പകരം ചെലവ് കുറഞ്ഞതും എന്നാൽ ശക്തിയേറിയതുമായ ഡേവിഡ് സ്ലിംഗ് ഉപയോഗിക്കാനാണ് സൈന്യം തീരുമാനിച്ചത്. എയ്റോ മിസൈലുകളുടെ സ്റ്റോക്ക് വരും ദിവസങ്ങളിലെ വലിയ യുദ്ധത്തിനായി കരുതി വെക്കാനുള്ള നീക്കം ഒടുവിൽ വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 200-നോട് അടുക്കുന്നതായാണ് പുതിയ വിവരങ്ങൾ. ശനിയാഴ്ച വൈകിട്ട് 2 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഡിമോണയിലും അറാദിലും മിസൈലുകൾ പതിച്ചത്. ഇത് കേവലം സാങ്കേതിക തകരാറുകൾ മാത്രമാണെന്നും വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമല്ലെന്നുമാണ് IDF അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷാ കവചമായ മൾട്ടി ലെയർഡ് ഡിഫൻസ് ഷീൽഡിന്റെ വിശ്വാസ്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശതകോടികൾ മുടക്കിയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാൻ തങ്ങളുടെ കുറഞ്ഞ ചെലവിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നത് അമേരിക്കയെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഓരോ ഡേവിഡ് സ്ലിംഗ് മിസൈലിനും ഏകദേശം $10 ലക്ഷം ചെലവ്. എന്നാൽ ഇതിലും ആധുനികമായ എയ്റോ 3 മിസൈലുകൾക്ക് $25 ലക്ഷം ചെലവ് വരും. നീണ്ടുപോകുന്ന യുദ്ധത്തിൽ ഇത്തരം പ്രതിരോധ മിസൈലുകളുടെ സ്റ്റോക്ക് തീരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ലബനാൻ, ഫലസ്തീൻ അതിർത്തികളിൽ കൂടി സംഘർഷം കടക്കുമ്പോൾ സ്വന്തം മണ്ണിലെ ആണവ കേന്ദ്രങ്ങൾക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് ഇസ്രായേലിന് വൻ തിരിച്ചടിയാണ്. ഇറാൻ തങ്ങളുടെ മിസൈൽ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ ഇസ്രായേലിന്റെ ആകാശ കവചമായ അയൺ ഡോമിനും ഡേവിഡ് സ്ലിംഗിനും ഇനിയും എത്രത്തോളം പ്രതിരോധം തീർക്കാനാകുമെന്നത് കണ്ടറിയണം.